പുതിയ വീട് പണിയുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. വീട് പുതിയതായി പണിയുന്നവരും അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നവരൊക്കെ ഇത് വീഡിയോ ഒന്ന് കാണുക. കാരണം വീട് പണിയുമ്പോൾ നമ്മൾ ഏൽപ്പിക്കുന്ന കരാറുകാരൻ സ്വന്തക്കാരനായാലും വളരെ അടുത്ത ബന്ധുവായാലും സുഹൃത്തായാലും അയാളെ പൂർണ്ണമായി വിശ്വസിക്കരുത്. ഇത് അനുഭവങ്ങളിലൂടെയാണ് പറയുന്നത്. അയാളൊരു വ്യക്തിയാണ്. അയാളുടെ ലാഭം മാത്രമേ അയാൾ കാണുന്നുള്ളൂ. പെരപണിയിൽ എത്ര ആത്മാർത്ഥതയുള്ള പണിക്കാരനായാലും അല്ലെങ്കിൽ കരാറുകാരനായാലും അയാൾക്കുള്ള ലാഭം 1 രൂപ കുറയരുത്. 1 രൂപ എങ്ങനെ ഏതിലെല്ലാം 1 രൂപ കൂട്ടാം എന്നുള്ള ചിന്ത മാത്രമാണ് ഈ കരാറുകാരൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ തീർച്ചയായിട്ടും ഉടമസ്ഥനെ മാത്രം വിശ്വസിക്കുക, മറ്റൊരാളെ പെരപണിയിൽ വിശ്വസിക്കരുത്. ഇതിപ്പോൾ താഴെ 1000 സ്ക്വയർ ഫീറ്റും മുകളിൽ 500 സ്ക്വയർ ഫീറ്റും കൂടി 1500 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടാണ് ഇപ്പോൾ ഞാൻ നിർമ്മിക്കുന്നത്. അപ്പോൾ ഇതിൽ തറ കെട്ടുമ്പോൾ മുതൽ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഇവിടെ ഈ പറമ്പ് മുഴുവൻ ചെങ്കല്ലാണ്. അപ്പോൾ വാനം കോരിയപ്പോൾ നമ്മളവിടെ വളരെ ശ്രദ്ധിച്ച് നോക്കി നിന്നിരുന്നു. എൻ്റെ ഒരു 5.5 അടിയോളം താഴ്ചയിലാണ് വാനം കോരിയത്. അങ്ങനെ വാനം കോരി കഴിഞ്ഞപ്പോൾ ഈ ഭാഗത്ത് വന്നപ്പോൾ ഇതിനടിയിൽ ഈ ഒരു തരം പാറക്കല്ലല്ല, ഈ ഉരുണ്ട കോഴിമുട്ട പോലെ ഉരുണ്ട ഒരു തരം മഞ്ഞ കളറിലുള്ള ഒരു വലിയ കർഷണം പാറ, ഒരു വലിയ പാറ ഇരിക്കുന്നു. അത് ഒരു 3.5 അടി താത്തി കഴിഞ്ഞപ്പോഴാണ് ആ ഒരു പാറ കഷ്ണം ഇരിക്കുന്നത്. അപ്പോൾ അത് അവർ പൊട്ടിക്കാതെ അത്രയും ഭാഗം ഒഴിച്ചിട്ടിട്ട് ബാക്കിയുള്ള സ്ഥലത്തേക്ക് ഒരു 5.5 അടി, അത് ഒരാൾ പൊക്കത്തോളം ഒരാൾ താഴ്ച അത്രയും താഴ്ത്തി. അപ്പോൾ ആ കല്ല് പറഞ്ഞു അത് നല്ല ബലമുള്ള കല്ല, അതുമേ നമുക്ക് കൊള്ളിക്കാം, അതവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ആ 5.5 അടി താഴ്ത്തി കഴിഞ്ഞപ്പോൾ ചെങ്കല്ല് കണ്ടു. പിന്നെ കുറച്ചും കൂടി താഴ്ത്തി. ആ ചെങ്കല്ലിൽ നിന്നാണ് നമ്മളിത് കരിങ്കല്ല് കെട്ടി പോന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ആ പാറ എടുത്ത് കളയണമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ JCBക്കൊക്കെ ഒരു 5-6 അടി അടിച്ചു കഴിഞ്ഞപ്പോൾ അത് പൊട്ടി. എന്നിട്ട് അതിൻ്റെ പീസ് എടുത്ത് കളഞ്ഞു. നോക്കുമ്പോൾ ആ പാറ ഇരുന്നെടുത്ത് കുറേയും കൂടെ മണ്ണാണ് മുഴുവൻ, ചെങ്കല്ലായിട്ടില്ല. ഏറ്റവും കുറേയും കൂടെ അടിയിലേക്ക് താത്തി. അതായത് അവിടെ തന്നെ 8 അടിയോളം താഴ്ചു. അത്രയും ഭാഗം 8 അടി താഴ്ചയിൽ താത്തി കഴിഞ്ഞപ്പോഴാണ് ചെങ്കല്ല് കണ്ടത്. അപ്പോൾ ഇത് പില്ലറിലല്ല വാർക്കുന്നത്, കട്ടയാണ്. ഇത് ഹോളോ ബ്രിക്സ് കട്ടയല്ല കേട്ടോ, ഇത് പ്രത്യേകതരം സിമെൻറ്റ് കട്ടയാണ്, നല്ല ബലമുള്ള ഉറപ്പുള്ള കട്ടയാണ്. ആ കട്ടയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. എന്നിട്ട് അവിടെ അയാൾ അത് അത്രയും മാറ്റിയിട്ട് പിന്നെ അവിടെ നിന്ന് മുതലടിയിൽ നിന്ന് 8 അടിയോളം താഴ്ചയിൽ നിന്ന് കരിങ്കല്ല് പൊക്കി കെട്ടിക്കൊണ്ടുവരികയാണ് ചെയ്തത്. അതിപ്പോൾ നമ്മളത് നോക്കി നിന്നത് കാരണം കൊണ്ടാണ്, അല്ലെങ്കിൽ അത് ചെയ്യില്ല. പിന്നെ ഇത് കൂടാതെ പെരപണിയെപ്പറ്റി കുറേ കാര്യങ്ങളുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ ഇപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗമല്ല, ഇതിനോട് ചേർന്ന് തന്നെ ഇപ്പോൾ ഇത് പണിയുന്നുണ്ട്. ആ ഭാഗം കൂടി ചേർത്ത് വിശദമായിട്ട് ഞാൻ ഒരു സംഭവം നിങ്ങൾക്ക് പറഞ്ഞു തരാം. തറ കെട്ടി ഇപ്പോൾ ഇവിടെയൊക്കെ പോയിൻ്റ് ചെയ്തു. അപ്പോൾ നേരെ അതിൻ്റെ അകത്തുള്ള ഭാഗത്ത് ഒന്നും ചെയ്യണ്ട, പോയിൻ്റ് ചെയ്യേണ്ട. ഈ ചെളിയാണ് അങ്ങോട്ട് കയറി ചെല്ലുന്നത്. അപ്പോൾ ചെളി അതിലേക്ക് നന്നായിട്ട് മറ്റേ JCBയിലാണ് ചെയ്തത്. അയാളെ കൊണ്ട് നന്നായിട്ടത് കലക്കി ഓരോ ലെയർ മണ്ണിട്ട് കഴിയുമ്പോഴും അത് കലക്കി ആ ചെളി ശരിക്കും അതിനായിട്ട് അടിച്ച് കയറ്റിയാണ് നമ്മളിട്ടിരിക്കുന്നത്. പിന്നെ പെര പണിയുമ്പോൾ ഒരു കാര്യമുണ്ട്, 10-50 വർഷത്തേക്കുള്ള ഇതിൽ പെര പണിയണം. കാരണം നമ്മുടെ അടുത്ത തലമുറ വരുമ്പോൾ അവർ ഈ ഫാഷനല്ല, ഇതെല്ലാം തല്ലിപ്പൊളിച്ച് കളഞ്ഞ് അവർ പുതിയ ഫാഷനിൽ വേറെ വീട് പണിയും കുട്ടികളൊക്കെ ആയി കഴിയുമ്പോൾ. അപ്പോൾ നമ്മളിത് 100-200 കൊല്ലത്തേക്കൊന്നും ഉള്ള രീതിയിൽ പെര പണിയേണ്ട ആവശ്യമില്ല. അതുമാത്രമല്ല, പെര പണിയുമ്പോൾ അധികം പൈസ മുടക്കരുത്. ഇത് ഡെഡ് മണിയാണ്, നമുക്ക് പൈസ പോയിക്കൊണ്ടിരിക്കുന്നതല്ലാതെ ഈ പെരയിൽ നിന്നും മറ്റാദായങ്ങളൊന്നുമില്ല. നല്ലൊരു സുരക്ഷ കിട്ടുന്നൊരു ഒതുങ്ങിയ വീടായിരിക്കണം, എന്നാൽ എല്ലാ സൗകര്യവും ഉള്ളത്. വലിയ ആഡംബരത്തിൽ ഒരിക്കലും വീട് പണിയരുത്. ഇപ്പോൾ പണിക്കാരൊക്കെ വന്നിട്ടുണ്ട്, കട്ടകളെല്ലാം ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ പണി തുടങ്ങാൻ പോവുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ വിശദമായ കാര്യങ്ങൾ ഞാൻ തുടർന്ന് വരുന്ന കാര്യങ്ങളിൽ അത് വിശദീകരിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ എല്ലാവരും കാണുക. ഈ ഭിത്തികൾ ഇങ്ങനെ മുകളിലേക്ക് പണിയുമ്പോൾ നമുക്ക് അധികം ശ്രദ്ധിക്കാനില്ല, എന്ന് വെച്ചാൽ ശ്രദ്ധിക്കാനുണ്ട്. അത് ശ്രദ്ധിക്കാനുള്ള കാര്യം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട ഏതാണെന്നുള്ളതാണ്. ചെങ്കല്ലാണോ, ചുട്ട ഇഷ്ടികയാണോ, അതോ സിമൻറ്റ് കട്ടയാണോ എന്നുള്ളതാണ്.
ഇപ്പോഴത്തെ കാലത്തിൽ സിമൻറ്റ് കട്ടയാണ് ഏറ്റവും നല്ലത്. ഇത് ഹോളോ ബ്രിക്സ് അല്ല കേട്ടോ, മതിൽ കെട്ടുന്ന കട്ടയല്ല ഇത്, വേറെ ഹൈ ക്വാളിറ്റിയിലുള്ള സിമൻറ്റ് കട്ടകളാണ്. ഇതാണ് ഉപയോഗിക്കാൻ നല്ലത്. അതിനൊരു കാരണവും കൂടിയുണ്ട്. ആ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സിമൻറ്റിലേക്ക് ഇത് വയ്ക്കുമ്പോൾ ഈ ഗ്യാപ്പിൽ കൂടെ സിമൻറ്റ് ഉള്ളിലേക്ക് കയറും. ഈ ഗ്യാപ്പിൽ കൂടെ ചുട്ടഷ്ടിയേക്ക് ഇതുപോലെ ഗ്യാപ്പ് ഉണ്ടാവില്ല, ചെങ്കലിന് ഇതുപോലെ ഗ്യാപ്പ് ഉണ്ടാവില്ല. ഈ ഗ്യാപ്പിലേക്ക് സിമൻറ്റ് കയറി നല്ല ബലത്തിലിരിക്കും. അപ്പോൾ ഇത് ഭയങ്കര കട്ടയാണ്, ഒരാളെടുത്താൽ പൊങ്ങില്ല, അങ്ങനത്തെ ഒരു കട്ടയാണ്. പിന്നെ ഇതിൽ ചേർത്തിരിക്കുന്ന മണലിൻ്റെ സിമൻറ്റിൻ്റെ അളവാണ്. അത് സാധാരണ വേണ്ടത് 3 ചട്ടി മണൽ എടുക്കുമ്പോൾ 1 ചട്ടി സിമൻറ്റാണ് വേണ്ടത്. അത് ശങ്കർ സിമൻറ്റ് അല്ലെങ്കിൽ മലബാർ സിമൻറ്റൊക്കെയാണ് ഏറ്റവും നല്ലത്. അത് നമ്മൾ ഇതിൽ വച്ചിട്ടുണ്ടാവില്ല, നമ്മൾ കരാറിൽ എഴുതിയിട്ടുണ്ടാവും ഇന്ന സിമൻറ്റാണ് വേണ്ടത് എന്നൊക്കെ. ആ കരാറ് പ്രത്യേകം ശ്രദ്ധിക്കണം. കരാറിൻ്റെ ഒരു ആണി പോലും നമ്മൾ വിട്ടുകളയാതെ കരാറിൽ എഴുതണം, അപ്പോഴാണ് അത് ശരിയാവുള്ളൂ. അപ്പോൾ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റും. ഇപ്പോൾ വേറെ വല്ല സിമൻറ്റുകളാണെങ്കിൽ, ബലം കുറഞ്ഞ സിമൻറ്റുകളാണെങ്കിൽ, ഗുണം കുറഞ്ഞതാണെങ്കിൽ ഉറപ്പ് കെട്ടിടത്തിനുണ്ടാകില്ല. അപ്പോൾ ഇപ്പോൾ അവർ ചെയ്യുന്നത് മലബാർ സിമൻറ്റാണ് എടുത്തിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 1 ചാക്ക് സിമൻറ്റിന് 10 ചട്ടി മണലാണ് എടുക്കുന്നത്. ചട്ടി എന്ന് പറഞ്ഞാൽ അവരുടെ സിമൻറ്റ് പണിക്കാരുടെ ചട്ടി, കെട്ടിട പണിക്കാരുടെ ചട്ടി ഉണ്ടല്ലോ, വലിയ ചട്ടി, അതിലാണ് 10 ചട്ടി. അത് 12ആണ്. നമ്മൾ പറഞ്ഞ് കരാറുകാരൻ അവിടെ ഇല്ലാത്ത സമയത്ത് നമ്മൾ നോക്കി നിന്ന് ആ ആളോട് ഒന്ന് കൈമണി അടിച്ച് പറഞ്ഞതാണ് ഇങ്ങനെ ചെയ്യണമെന്ന്. അതാണ് അവർ അങ്ങനെ ചെയ്യാൻ കാരണം. ഇനി ഇതിൻ്റെ ഉത്തരപ്പൊക്കം കഴിയുമ്പോഴാണ് നമുക്ക് ഈ തട്ടടിക്കേണ്ടത് വാർക്കയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ആ വീഡിയോ ഞാൻ വേറൊരു ഭാഗം 2ാം ഭാഗമായിട്ടിടാം. നിങ്ങളതും കൂടി ഒന്ന് കാണണം. ഇത് കണ്ടു കഴിഞ്ഞിട്ട് അതിലൊരുപാട് ശ്രദ്ധിക്കാനുള്ളത്, നമ്മളെ തട്ട് അടിക്കുമ്പോൾ ഈ ഗ്രില്ല് ചെയ്ത് സിമൻറ്റ് ചോർച്ച ഉണ്ടാവാതിരിക്കാൻ തട്ടടിക്കുമ്പോഴാണ്, മുകളിലേക്ക് വാർക്കുമ്പോഴാണ് അത് ചെയ്യേണ്ടത്. നമ്മൾ കൂട്ടിയെടുക്കുന്ന സിമൻറ്റും മണലും ഉണ്ടല്ലോ, കല്ലും, അത് ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഗ്രില്ല് ചെയ്യുന്ന പരിപാടിയുണ്ട്. അത് ചെയ്യാൻ അവരോട് പറയണം. അല്ലെങ്കിൽ 1 വർഷം ആവുന്നതിന് മുമ്പ് ചോർച്ച ഉണ്ടാകും. പിന്നെ കൊളുത്തുകളൊക്കെ 4 വശം വയ്ക്കുന്നവർക്ക് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ ആ വിവരം വിശദമായിട്ട് അതിൽ പറയാം. ഈ വീഡിയോ ഇത്രയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി ആൾക്കാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീട് പണിക്കാർ പണിയാൻ ഉദ്ദേശിക്കുന്നവർക്ക് 2ാം ഭാഗം ഇതിൻ്റെ പുറകെ ഉണ്ടാകും. അവർ പണിക്കാർ ഇപ്പോൾ നാളെ വരും. ഇത് 3 ദിവസം കൊണ്ട് ഇത് മുകളിൽ എത്തും, വാർക്ക ഒപ്പം എത്തും. താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ കട്ടില വയ്ക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കാനുണ്ട്. അതൊക്കെ ഞാൻ ആ വീഡിയോയിൽ കൃത്യമായിട്ട് പറയാം.